السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നാം ജീവിക്കുന്ന ഈ ദുന്യാവ് ഇത് ദാറുൽ ഇബ്തില, പരീക്ഷണങ്ങളുടെ ഭവനമാണ്. പരീക്ഷണങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും എല്ലാം മാറി വരുന്ന സ്ഥലമാണ് ദുന്യാവെന്ന് പറഞ്ഞാൽ. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ വളരെ വ്യക്തമായി നമ്മളെ അറിയിച്ചതാണ്. വനബ്ലൂക്കും, നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. ഖൈറ് കൊണ്ടും പരീക്ഷിക്കും, ഷർറ് കൊണ്ടും പ്രയാസങ്ങൾ കൊണ്ടും പരീക്ഷിക്കും. അതുകൊണ്ട് ചിലപ്പോൾ നാം ഇഷ്ടപ്പെടുന്ന പലതും നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടേക്കാം. ചിലപ്പോൾ നമ്മുടെ ഭവനം അത് നഷ്ടപ്പെട്ടു പോയേക്കാം. ചിലപ്പോൾ നമ്മുടെ കുടുംബമെല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം. ചിലപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ സന്തോഷം നഷ്ടപ്പെടാം. ഇങ്ങനെ പലവിധ നഷ്ടങ്ങളെ കൊണ്ടും അള്ളാഹു ദുന്യാവിൽ മനുഷ്യനെ പരീക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് മുഅ്മിൻ എന്ന നിലയിൽ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്ന് ചിന്തിക്കുന്നതിനുപരി ഈ പരീക്ഷണങ്ങളിൽ എൻ്റെ റബ്ബ് എന്നിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഞാൻ കാണിച്ചു കൊടുക്കണം എന്നാണ് മുഅ്മിൻ ചിന്തിക്കുന്നത്. പരീക്ഷണവും പ്രയാസങ്ങളും അള്ളാഹു എന്നിലേക്ക് അയക്കുമ്പോൾ ഈ പരീക്ഷണങ്ങൾ അയക്കുന്ന റബ്ബ് എന്നിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അത് തന്നിൽ നിന്ന് പ്രകടമാക്കി തൻ റബ്ബിനെ കാണിച്ചു കൊടുക്കുക എന്നതാണ് മുഅ്മിൻ്റെ കടമ. അതുകൊണ്ട് ദുന്യാവിൽ ഓരോ മനുഷ്യർക്കും മാറി മാറി വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ ചില നാടുകളിൽ, ചിലപ്പോൾ മറ്റു ചില നാടുകളിൽ, ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ, ചിലപ്പോൾ ചില വ്യക്തികളിൽ, ഇങ്ങനെ ഇത് പരീക്ഷണങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഭൂമിയിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ ജനങ്ങൾ വ്യത്യസ്തമായ നിലയിൽ ജനങ്ങളെ കാണാം. ഒരു വിഭാഗം ജനങ്ങൾ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ അതിൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നവരാണ്, അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവരാണ്. തൻ്റെ റബ്ബിൻ്റെ വിധി അത് തനിക്ക് പ്രയാസമാകുമ്പോൾ, പരീക്ഷണമാകുമ്പോൾ അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നൊരു വിഭാഗം. അവർ മഹ്റൂമീങ്ങളാണ്. അത് അല്ലാഹുവിൻ്റെ അടുക്കൽ വിലയില്ലാത്തവരാണ്.
ഫമൻ സഖിത ഫലഹു സഖത്. പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ ആരെങ്കിലും അത് വെറുത്താൽ, അത് നൽകിയ ഉടമസ്ഥനെ വെറുത്താൽ, അവൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വെറുപ്പ് മാത്രമേ കരസ്ഥമാവുകയുള്ളൂ. വൈദാ അൻഅംനാ അലൽ ഇൻസാനി അഅറള വനഅ ബിജാനിബി വൈദാ മസ്സഹു ശർറു കാന യഊസ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ജനങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുന്നു, വൈദാ മസ്സഹു ശർറു കാന യഊസ. അവർക്ക് എന്തെങ്കിലും ഷർറോ ബുദ്ധിമുട്ടോ ബാധിച്ചാൽ അവർ അങ്ങേയറ്റം നിരാശരായി, റബ്ബിൽ നിന്നും അള്ളാഹുവിൽ നിന്ന് അങ്ങേയറ്റം അകന്നവരായി, റബ്ബിനെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നവരായി കഴിഞ്ഞുകൂടുന്നു. ഇന്നൽ ഇൻസാന ഖുലിക ഹലൂഅ ഇദാ മസ്സഹു ശർറു ജസൂഅ വഇദാ മസ്സഹുൽ ഖൈറു മനൂഅ. അല്ലാഹു തആല പറയാൻ, അള്ളാഹുവിൻ്റെ ചില അടിമകൾ അവരുടെ മോശമായ ദുസ്വഭാവത്തെ അള്ളാഹു വിരിക്കുകയാണ്. ഇദാ മസ്സഹു ശർറു ജസൂഅ. അവർക്കെന്തെങ്കിലും ഷർറോ ദുരന്തങ്ങളോ പ്രയാസമോ വന്നാൽ അവർ ആകെ അസ്വസ്ഥമാകുന്നു. തൻ്റെ റബ്ബിനെക്കുറിച്ച് പലതും പറയുന്നു, വെറുപ്പിൻ്റെ വാക്കുകൾ പറയുന്നു. എന്നെ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാനൊരു മോശത്തരവും ചെയ്തിട്ടില്ലല്ലോ, ഞാൻ ആരെയും അക്രമം കാണിച്ചിട്ടില്ലോ, പിന്നെ എന്തിനാ എന്നോട് ഈ പരീക്ഷണം എന്ന് റബ്ബിൻ്റെ ഖളാഇനോടും ഖദറിനോടും വെറുപ്പിൻ്റെ വാക്കുകൾ പറയുന്നവർ. അതാ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, അല്ലാഹു തആല പരീക്ഷണം അയക്കുന്നത് അടിമകളുടെ കൂട്ടത്തിൽ ആരാണ് സത്യസന്ധരായ അടിമകളെന്ന് വേർതിരിക്കാൻ വേണ്ടിയാണ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ മാത്രമേ വേർതിരിക്കുകയുള്ളൂ. സുഖങ്ങളും സൗകര്യങ്ങളും മാത്രം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ അടിമയായി ജീവിക്കുന്നത് എളുപ്പമാണ്. എന്നാൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു തആല അയക്കുമ്പോൾ ആ സമയത്തും ഞാൻ നിൻ്റെ അടിമ തന്നെയാണെന്ന് പ്രകടിപ്പിക്കൽ കടുത്ത പരീക്ഷണമാണ്. റഹ്മത്തുള്ളാഹി പറയുന്നു, ഒരാൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നു. പക്ഷേ അതേ മനുഷ്യനെ കുറച്ച് കഴിയുമ്പോൾ അള്ളാഹു ഒരു ചെറിയ പരീക്ഷണം അയച്ചു. ധാരാളം പരീക്ഷണങ്ങൾ അയച്ചിട്ടില്ല, അവൻ്റെ അനുഗ്രഹങ്ങളെല്ലാം ബാക്കിയാണ്. ഒരു ചെറിയ പരീക്ഷണം അയച്ചപ്പോൾ അവൻ അസ്വസ്ഥമാകുന്നുവെങ്കിൽ ഫഹുവ മിനൽ കാദിബീൻ, അവൻ സത്യസന്ധനായ അള്ളാഹുവിൻ്റെ അടിമയല്ല. കാരണം അള്ളാഹു ഒരു ചെറിയ പരീക്ഷണമാണ് അയച്ചത്, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടു, ബാക്കി നിഅമത്തെല്ലാം ബാക്കിയാണ്. അങ്ങനെ ഒരു പരീക്ഷണം ബുദ്ധിമുട്ടും വരുമ്പോൾ വെറുപ്പിൻ്റെ വാക്കുകൾ തൻ്റെ റബ്ബിൻ്റെ ഖളാഇനെതിരെ സംസാരിക്കുന്നുവെങ്കിൽ ഫഹുവ മിനൽ കാദിബീൻ, അവൻ അള്ളാഹുവിൻ്റെ സത്യസന്ധനായ അടിമയല്ല. അലി റളിയല്ലാഹു തആല, അള്ളാഹുവിൻ്റെ വിധി അത് നടപ്പിലാകും. അവൻ എന്താണോ തീരുമാനിച്ച് നടപ്പിലാകും. നിൻ്റെ മേൽ എന്ത് അള്ളാഹു വിധിച്ച് നടപ്പിലാകും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധിയിൽ നീ തൃപ്തിപ്പെട്ടാൽ, നീ ക്ഷമിച്ചാൽ നിനക്ക് കൂലി ലഭിക്കും, അള്ളാഹുവിൻ്റെ വിധി നടപ്പിലാവുകയും ചെയ്യും. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ വിധി അതിനെതിരെ നീ വെറുപ്പ് പ്രകടിപ്പിച്ചാൽ, നീ വെറുപ്പിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ഖളാഇനെതിരെ നീ സംസാരിച്ചാൽ അള്ളാഹുവിൻ്റെ ഖളാ മാറുകയൊന്നുമില്ല. അവൻ തീരുമാനിച്ചത് എന്തായാലും നടപ്പിലാവുകയും ചെയ്യും. പക്ഷെ നീ നിൻ്റെ നാവ് കൊണ്ട് വെറുപ്പിൻ്റെ വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിൽ ഹബിത അമലു, നിൻ്റെ അമലെല്ലാം പൊളിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു വിഭാഗം ജനങ്ങൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇതെന്താ ഇങ്ങനെ, റബ്ബിന് അള്ളാഹുവിന് കരുണയില്ലേ, അവനെന്താ കരുണയില്ലാത്തവനാണോ, അവൻ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്നിങ്ങനെയുള്ള വെറുപ്പിൻ്റെ വാക്കുകൾ പറയുന്നൊരു വിഭാഗം, അവർ മഹ്റൂമീങ്ങളാണ്. മറ്റൊരു വിഭാഗം ജനങ്ങൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ വരുമ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അവൻ എൻ്റെ ഉടമസ്ഥനാണ്, അടിമയായി എന്നോട് അവന് എന്ത് തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് എന്ന് മനസ്സിലാക്കി ആ പരീക്ഷണങ്ങൾ പൂർണ്ണമായി ക്ഷമിക്കുന്നവനാണ്. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِنَ الْأَمْوَالِ وَالْأَنْفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ. അല്ലാഹു തആല പറയുന്നു, ഞാൻ എൻ്റെ അടിമകളെ അവരെ സമ്പത്തിൽ കുറവ് വരുത്തി, വിശപ്പ് കൊണ്ട്, ഭയം കൊണ്ട്, അവരുടെ ശരീരത്തിലും സമ്പത്തിലും കുറവ് വരുത്തി ഞാൻ പരീക്ഷിക്കും. അല്ലാഹു പറയാൻ വബശ്ശിരി സ്വാബിരീൻ, വബശ്ശിരി സ്വാബിരീൻ, എന്നാൽ ക്ഷമിക്കുന്നവർ, ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ പൂർണ്ണമായി ക്ഷമിക്കുന്നവർ, അവർക്ക് വലിയ സന്തോഷ വാർത്തയാണ്, വലിയ പ്രതിഫലമാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്ക് പരീക്ഷണവും ബുദ്ധിമുട്ടും വരുമ്പോൾ ഇതെൻ്റെ അള്ളാഹുവിൻ്റെ ഖളാ ആണല്ലോ,
അവൻ എൻ്റെ ഉടമസ്ഥനാണല്ലോ, ഞാൻ അടിമയാണ്, അതുകൊണ്ട് എൻ്റെ മേൽ ക്ഷമിക്കൽ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അതിനെ നല്ല മനസ്സോടെ, പൂർണ്ണ സംതൃപ്തിയുള്ള മനസ്സോടെ ക്ഷമിച്ചാൽ ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, അല്ലാഹു തആല കണക്കില്ലാത്ത പ്രതിഫലം നൽകുന്നതാണ്. കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു തആല നൽകും. മറ്റൊരു വിഭാഗം പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് ക്ഷമിക്കുന്നവരാണ്, മനസ്സുകൊണ്ട് പൂർണ്ണമായി ക്ഷമിക്കുന്നവർ. പക്ഷെ ക്ഷമ ഒരാളിൽ ഉണ്ട് എന്നതിൻ്റെ അടയാളം അസ്സബ്റു ഇൻദ സദ്മത്തിൽ ഊല, ആദ്യ സമയത്താണ് ക്ഷമിക്കേണ്ടത്. അതും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ക്ഷമിക്കലല്ല. ഒരു പരീക്ഷണ ബുദ്ധിമുട്ടും വരുമ്പോൾ ആദ്യമേ തന്നിൽ നിന്ന് എന്താണോ അതാണ് അളക്കപ്പെടുന്നത്. ആദ്യമേ ക്ഷമിക്കണം, ആദ്യമേ നല്ല വാക്കുകൾ, ക്ഷമയുടെ വാക്കുകൾ പറയണം. മൂന്നാമത്തെ വിഭാഗം പരീക്ഷണങ്ങൾ വരുമ്പോൾ, അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഒരു പരീക്ഷണമോ ദുരന്തമോ വരുമ്പോൾ അതിൽ തൃപ്തിപ്പെടുന്നവരാണ്. ഇത് ഈ ക്ഷമിക്കുന്നവരെക്കാൾ കുറച്ച് മുകളിൽ ഉന്നതരായ വിഭാഗമാണ്. അള്ളാഹുവിൻ്റെ ഖളാഇൽ തൃപ്തിയോടെ കഴിഞ്ഞുകൂടുന്നവർ. അവർക്കറിയാം എൻ്റെ റബ്ബിന് എന്തും തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അവൻ വിധിച്ചാൽ അത് തൃപ്തിപ്പെടേണ്ട ബാധ്യതയാണ്. അവൻ ഹക്കീമാണ്, തത്വജ്ഞാനിയാണ്. അവൻ്റെ ഓരോ കൽപ്പനയും, അവൻ്റെ ഭാഗത്ത് ഓരോ തീരുമാനവും ഹിക്മത്തോടു കൂടിയാണ്. വെറുതെ അല്ലാഹു തആല ഒരിക്കലും ഒന്നും ചെയ്യുകയില്ല. അവൻ്റെ കയ്യിൽ നിന്ന് അബദ്ധം സംഭവിക്കുകയില്ല. ലാ യളില്ലു റബ്ബി, അവനൊരിക്കലും തെറ്റുപറ്റുകയില്ല. അതുകൊണ്ട് എൻ്റെ റബ്ബ് എന്തെങ്കിലും വിധിക്കുന്നെങ്കിൽ അത് ദുരന്തത്തിൻ്റെ കോലത്തിലായാലോ രോഗത്തിൻ്റെ അവസ്ഥയിലായാലോ അതെല്ലാം ഹിക്മത്തോടു കൂടിയാണ്. അവൻ അതിലെന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടാകും. ഒരിക്കലും എൻ്റെ റബ്ബ് അക്രമം ചെയ്യുകയില്ല, അള്ളാഹു അക്രമം ചെയ്യുകയില്ല. ലാ യുദ്ലമൂന ഫതീല വലാ യുദ്ലമൂന നഖീറ ഇന്നല്ലാഹ ലാ യുദ്ലിമു മിസ്ഖാല ദർറ. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അവനെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ റബ്ബുണ്ടല്ലോ, ലാ യുദ്ലമൂന ഫതീല. ഫതീല എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ ഉള്ളിലുള്ള ചെറിയൊരു നാരാണ്. നൂല് പോലെ വളരെ മൃദുലമായ ചെറിയൊരു നാരിനാണ് ഫതീല എന്ന് പറയുന്നത്. ലാ യുദ്ലമൂന ഫതീല, അത്ര പോലും നിന്റെ റബ്ബ് നിന്നോട് അക്രമം കാണിക്കുകയില്ല. വലാ യുദ്ലമൂന നഖീറ. നഖീറ എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴ കുരുവിൻ്റെ മുകളിലുള്ള വെള്ള കളറിലുള്ള വളരെ മൃദുലമായ പാടക്കാണ് നഖീറ എന്ന് പറയുന്നത്. വലാ യുദ്ലമൂന നഖീറ, നിന്റെ റബ്ബ് അത്ര പോലും അക്രമം കാണിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുദ്ലിമു മിസ്ഖാല ദർറ, ഒരു അണുവിൻ്റെ അളവ് പോലും, അത്ര പോലും റബ്ബിൻ്റെ ഭാഗത്ത് അക്രമം ഉണ്ടാവുകയില്ല. അള്ളാഹു അക്രമിയല്ല, അവൻ മനുഷ്യരെ ഉപദ്രവിക്കുന്നവനല്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഖളാ ഉണ്ടായാൽ അതിൽ പല ഹിക്മത്തുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി പൂർണ്ണ മനസ്സോടെ തൃപ്തിപ്പെടുന്നവർ, അതാണ് മൂന്നാമത്തെ വിഭാഗം. ഇത് മുഅ്മിനീങ്ങളുടെ ഏറ്റവും ഒരു ഉയർന്ന ദർജയാണ്. ഇത് മുൻഗാമികളുടെ ജീവിതങ്ങൾ കാണാൻ സാധിക്കും. മുത്തറഫ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, ഞാൻ ഇബ്നുൽ ഹുസൈൻ റഹ്മത്തുള്ളാഹി തആലയെ കാണാൻ വേണ്ടി ചെന്നു. അദ്ദേഹം വലിയ രോഗം ബാധിച്ച് കിടപ്പിലാണ്. എത്ര കഠിനം, അദ്ദേഹം ഇരിക്കാൻ പോലും എണീക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥ രോഗി അദ്ദേഹം കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ രോഗത്തിൻ്റെ ഇത്രയും വലിയ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. അപ്പോൾ കിടക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത് മുത്തറഫ്, നീ എന്തിനാ കരയുന്നത്? പറഞ്ഞു, ഹാലുഖ്, താങ്കളെ അവസ്ഥ കണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്, താങ്കളുടെ രോഗവും ബുദ്ധിമുട്ടും പരീക്ഷണവും. അദ്ദേഹം പറഞ്ഞു, ഇല്ല, നീ കരയേണ്ടതില്ല. ലിഅന്നി ഉഹിബ്ബു മാ യുഹിബ്ബു. അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് ആകാശത്തിലേക്ക് ഇഷാറ ചെയ്തുകൊണ്ട് ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലിഅന്നി ഉഹിബ്ബു മാ യുഹിബ്ബു. മുത്തറഫെ, ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്നറിയുമോ? എൻ്റെ ഉടമസ്ഥനായ അള്ളാഹു അവൻ എന്താണോ എനിക്കിഷ്ടപ്പെടുന്നത് അതാണ് എൻ്റെ ഇഷ്ടം. അവൻ എനിക്ക് രോഗം നൽകിയത് അവൻ അറിയാതെ വന്നതല്ല, അവൻ നൽകിയതാണ്. അതുകൊണ്ട് ഈ രോഗത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നു, എനിക്ക് വെറുപ്പൊന്നുമില്ല. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ വീട്ടുകാരുടെ ഏതവസ്ഥ കണ്ടാലും ഞാൻ അസ്വസ്ഥമാകുന്നില്ല. ഞാൻ അവരെ സന്തോഷിക്കുന്ന അവസ്ഥയിൽ കണ്ടാലും, ഇനി അവരിൽ നിന്നും എന്നെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥ, അവർക്ക് എന്തെങ്കിലും രോഗമോ മുസീബത്തോ വന്ന അവസ്ഥ കണ്ടാലും ഞാൻ അസ്വസ്ഥമാകുന്നില്ല. ഏതവസ്ഥ വന്നാലും ഞാൻ എൻ്റെ റബ്ബിൽ തൃപ്തനാണ്. കാരണം എൻ്റെ അള്ളാഹുവിൻ്റെ വിധി പ്രകാരമാണ് ഇതുണ്ടായത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചാലും എൻ്റെ മനസ്സിൽ അല്പം പോലും വെറുപ്പില്ല. ഇത് റബ്ബിൻ്റെ തീരുമാനമാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാർ മരണപ്പെട്ടു, മക്കളും മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു മകൻ മരിക്കാറായ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സ്നേഹിതന്മാർ കടന്നു ചെന്നപ്പോൾ അദ്ദേഹത്തെ കാണുന്ന ഈ അവസ്ഥയിലാണ്. മകൻ മരണത്തോടടുത്ത് അദ്ദേഹത്തിൻ്റെ മടിയിലിരിക്കുകയാണ്.
ഇപ്പം ചെന്നവർ പലരും അദ്ദേഹത്തിൻ്റെ ഈ പരീക്ഷണ അവസ്ഥ കണ്ട് കുടുംബത്തിൽ എല്ലാവരും കോളറ ബാധിച്ചിങ്ങനെ മരിച്ച് പോകുന്ന ഈ അവസ്ഥ കണ്ടപ്പോൾ അറിയാതെ ചിലർ കരഞ്ഞുപോയി. ആ കരച്ചിൽ ചില ശബ്ദവും വന്നു. അപ്പോൾ അദ്ദേഹം പറയും, നിങ്ങൾ നിശബ്ദത പാലിക്കും, നിങ്ങൾ എന്തിനാ കരയുന്നത്, നിങ്ങൾ എന്തിനാ ദുഃഖിക്കുന്നത്? ഈ അവസ്ഥയിൽ, ഈ കടുത്ത പരീക്ഷണത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ തൃപ്തനാണ് എന്ന് എൻ്റെ റബ്ബ് അറിയുക എന്നത്, അത് ഞാൻ മുഴുവൻ യുദ്ധങ്ങൾ പങ്കെടുത്തതിനേക്കാൾ എനിക്കിഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഇത്രയും കടുത്ത പരീക്ഷണം, എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു പോയി, എൻ്റെ മക്കൾ മരിച്ചു പോകുന്നു ഈ രോഗം ബാധിച്ച്, ഈ അവസ്ഥയിൽ, ഇത്രയും കടുത്ത പരീക്ഷണത്തിൻ്റെ അവസ്ഥയിൽ അള്ളാഹുവിൽ ഞാൻ തൃപ്തനാണ്, അള്ളാഹുവിൻ്റെ ഈ ഖളായിൽ ഞാൻ തൃപ്തനാണ് എന്ന് എൻ്റെ റബ്ബ് കാണുന്നതാണ് എനിക്ക് എൻ്റെ മുഴുവൻ യുദ്ധങ്ങൾ ഞാൻ പങ്കെടുത്ത അമലുകളേക്കാൾ എനിക്ക് പ്രിയങ്കരമായത്. ഇതാണ് മുഅ്മിനീങ്ങൾ, ഇതാണ് മുഅ്മിനീങ്ങൾ. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു മക്കയിൽ വന്നപ്പോൾ അദ്ദേഹം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വളരെ പ്രായമായ അവസ്ഥയിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അദ്ദേഹമാണെങ്കിൽ ദുആ സ്വീകരിക്കുന്ന സഹാബിയുമാണ്. പ്രസിദ്ധമായിരുന്നു ജനങ്ങൾക്കിടയിൽ. സഅദ് ദുആ ചെയ്താൽ ഉടനെ അല്ലാഹ് സ്വീകരിക്കും. മുസ്തജാബ് ദുആത്താണ്, ദുആ ഉടനെ സ്വീകരിക്കുന്ന സഹാബിയാണ്. അദ്ദേഹം മക്കയിൽ വന്നു. ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു, ദുആ ചെയ്യാൻ പറയുന്നു. അദ്ദേഹം അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അവരുടെ രോഗങ്ങൾ മാറുന്നു, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അബ്ദുല്ലാഹി ഇബ്നു സായിബ് എന്ന് പറയുന്ന വ്യക്തി വന്ന് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെറുപ്പക്കാരനായിരുന്നു, ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, ചെറിയ പ്രായമായിരുന്നു, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സഅദ് റളിയല്ലാഹു തആല ചോദിച്ചു, അല്ല മഹാനവറുകളെ, നിങ്ങളെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു, നിങ്ങളാകട്ടെ ദുആ സ്വീകരിക്കുന്ന വ്യക്തിയുമാണ്, നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടാൻ ദുആ ചെയ്തുകൂടെ? അപ്പം അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ റബ്ബിൻ്റെ എൻ്റെ റബ്ബിൻ്റെ ഖളാ വിധി എന്നുള്ളത് അതെനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയേക്കാളും പ്രിയങ്കരമായതാണ്. എൻ്റെ റബ്ബ് എന്ത് തീരുമാനിച്ചു, ഞാൻ പൂർണ്ണമായി തൃപ്തനാണ്. അവൻ എന്ത് തീരുമാനിച്ചാലും. ഇതായിരുന്നു മുൻഗാമികൾ. അവരുടെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൻ്റെ അവസ്ഥയിൽ അവരുടെ മനസ്സിൻ്റെ അവസ്ഥ ഇതായിരുന്നു. ബഹ്ലൂൽ ഒരു അള്ളാഹുവിൻ്റെ ഓർമ്മയിലും അള്ളാഹുവിനുള്ള ഇഷ്കിലുമായി ഇങ്ങനെ ഒരു ചുറ്റിത്തി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, എന്താ ബഹ്ലൂൽ, നിൻ്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ അവസ്ഥ എന്ത് പറയാൻ, ഞാൻ ഉദ്ദേശിക്കുന്നതും ആഗ്രഹിക്കുന്നതും നടപ്പിലാകുന്നുള്ളൂ, ഞാൻ എന്താ ആഗ്രഹിച്ചാൽ നടപ്പിലാകുന്നു. അപ്പം അദ്ദേഹം ചോദിച്ച ആൾ ചോദിച്ചത് അതെങ്ങനെയാണ്, അതൊരിക്കലും നടപ്പിലാവുകയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ഇഷ്ടങ്ങളെയും എൻ്റെ ആഗ്രഹങ്ങളെയും ഞാൻ അള്ളാഹുവിൻ്റെ ഖളാഇൻ്റെ മേൽ അർപ്പണം ചെയ്തു. കാരണം ഞാൻ മനസ്സിലാക്കി, ദുനിയാവെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി നടക്കുന്ന സ്ഥലമാണ്, അതിനെ തടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായൊരു ഇഷ്ടവുമില്ല. അള്ളാഹു എന്താണോ എൻ്റെ മേൽ വിധിക്കുന്നത് അത് തന്നെയാണ് എൻ്റെയും ഇഷ്ടം. എത്ര രസകരമായ ജീവിതമായിരിക്കും. പരീക്ഷണങ്ങൾ വരുമ്പോഴും വളരെ ആനന്ദത്തോടെ ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് മൂന്നാമത്തെ വിഭാഗം ജനങ്ങൾ ഇങ്ങനെയുള്ളവരാണ്. അവർക്ക് അള്ളാഹുവിൻ്റെ പരീക്ഷണമോ ദുരന്തങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ വന്നാൽ അവർ ആ വിധിയിൽ അള്ളാഹുവിൻ്റെ ഖളാഇൽ പൂർണ്ണ സംതൃപ്തിയോടെ പൂർണ്ണമായി തൃപ്തിപ്പെടുന്നവരായിരിക്കും. നാലാമത്തെ ഒരു വിഭാഗം ജനങ്ങൾ പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർ ഏറ്റവും ഉന്നതരാണ്, ഉയർന്ന സ്ഥാനത്തുള്ളവരാണ്. അവർ പരീക്ഷണത്തിൽ ക്ഷമിക്കുകയും തൃപ്തിപ്പെടുകയും മാത്രമല്ല അള്ളാഹുവിനെ ശുക്ർ ചെയ്യുകയും ചെയ്യും. പരീക്ഷണത്തിൻ്റെ മേൽ അള്ളാഹുവിനെ സ്തുതിക്കുകയും ശുക്ർ ചെയ്യുകയും ചെയ്യും, അള്ളാഹുവിനെ വാഴ്ത്തും. ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹു ചില മുഅ്മിനീങ്ങളുടെ സന്താനങ്ങളെ അള്ളാഹു തആല അവരെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കളെ പറഞ്ഞയക്കും. ചെറിയ കുട്ടിയുടെ മുഅ്മിൻ്റെ മകൻ്റെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്കളെ പറഞ്ഞയക്കും. മലക്കൾ റൂഹുമായി തിരിച്ചു വരുമ്പോൾ അള്ളാഹു തആല ചോദിക്കും, അഖബൽതും സമറത ഫുആദി, എൻ്റെ മുഅ്മിനായ ദാസൻ്റെ കരളിൻ്റെ കഷ്ണമായ ഈ കുട്ടിയെ നിങ്ങൾ റൂഹ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണോ? അതേ അള്ളാഹുവേ, നിൻ്റെ കൽപ്പന പ്രകാരം. എന്നിട്ട് എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? അവൻ്റെ മകൻ മരിച്ചു പോയപ്പോൾ, അവൻ വലിയ സ്വപ്നം കണ്ട് വളർത്തിയ മകൻ മരിച്ചു പോയപ്പോൾ എൻ്റെ മുഅ്മിനായ അടിമ എന്താണ് പറഞ്ഞത്? മലക്കൾ പറയും, ഹമീദക്, നിൻ്റെ ഇത്രയും വലിയ പരീക്ഷണം വന്നിട്ട് അവൻ ഹമീദക്, നിന്നെ സ്തുതിക്കുകയും നിന്നെ വാഴ്ത്തുകയും ചെയ്ത അള്ളാഹുവേ. അള്ളാഹു തആല പറയുമെങ്കിൽ എൻ്റെ അടിമയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനം പണിയിൻ, ആ ഭവനത്തിൻ്റെ പേര് ബൈത്തുൽ ഹംദ് എന്ന് നിശ്ചയിക്കുകയും ചെയ്യും. അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമാണ് പരീക്ഷണം വരുമ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കുന്നവർ, അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്നവർ. ഹദീസിൽ വരുന്നു, അഫ്ളലു ഇബാദില്ലാഹി യൗമൽ ഖിയാമ അൽ ഹമ്മാദൂൻ, നാളെ ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും ഉന്നതരായ ആളുകൾ അൽ ഹമ്മാദൂൻ, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നവരാണ്. പരീക്ഷണങ്ങൾ വരുമ്പോഴും അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി പറഞ്ഞ് അള്ളാഹുവിലേക്ക് മടങ്ങി വീണ്ടും നാവ് കൊണ്ട് പറയും അൽഹംദുലില്ലാഹ്. ഇത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വിധിയാണ്.
അവൻ്റെ നാവിൽ നിന്ന് നല്ല 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 വാക്കുകളെ പുറപ്പെടുകയുള്ളൂ, ശുക്രിൻ്റെ വാക്കുകളെ പുറപ്പെടുകയുള്ളൂ. ഉലമാക്കൾ എഴുതി എന്തുകൊണ്ടാണ് ഒരു മുഅ്മിന് പരീക്ഷണം വരുമ്പോൾ അവൻ ശുക്ർ ചെയ്യേണ്ടത്. ഉലമാക്കൾ 4 കാര്യങ്ങൾ എഴുതി. ഒരു മുഅ്മിന് പരീക്ഷണം വരുമ്പോൾ, ഒരു ദുരന്തം വരുമ്പോൾ, ഒരു രോഗം വരുമ്പോൾ, എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അവൻ എന്തുകൊണ്ട് അള്ളാഹുവിനെ ശുക്ർ ചെയ്യണം. ഒന്ന്, അവൻ മനസ്സിലാക്കണം, ഈ പരീക്ഷണം അള്ളാഹു നൽകിയത് വെറുതെ നൽകിയതില്ല, നിൻ്റെ തസ്കിയത്തിന് വേണ്ടി നൽകിയതാണ്. ഒരു ബുദ്ധിമുട്ടും പ്രയാസവും രോഗം വരുമ്പോൾ ഒരു മുഅ്മിനെ അള്ളാഹുവിനെ ആത്മീയമായി അള്ളാഹുവിനെ അവൻ സംസ്കരിക്കുകയാണ്. അതുകൊണ്ട് അഷ്റഫ് അലി ഥാനവി റഹ്മത്തുള്ളാഹി തആല അലൈഹി മൗലാന എഴുതുന്നുണ്ട്, വർഷങ്ങൾ 100 കണക്കിന് വർഷം ഒരാൾ ഇബാദത്ത് ചെയ്തുകൊണ്ട് ആ മനുഷ്യന് ഉണ്ടാകുന്ന ആത്മീയമായ ചൈതന്യത്തേക്കാൾ കൂടുതൽ ആ മനുഷ്യന് ചെറിയ ചില പരീക്ഷണങ്ങൾ കൊണ്ട് അള്ളാഹു നൽകുന്നതാണ്. വർഷക്കണക്കിന് സമയമെടുത്ത് ഇബാദത്ത് ചെയ്യുമ്പോൾ ഏതൊരു ആത്മീയമായ പരിശുദ്ധിയാണോ ലഭിക്കുന്നത്, അതിനേക്കാൾ കൂടുതൽ പരിശുദ്ധി ചെറിയൊരു പരീക്ഷണത്തിൽ കൂടി അള്ളാഹു നൽകുന്നതാണ്. അത് മൗലാന എഴുതി, അതുകൊണ്ട് പരീക്ഷണം അത് സബർ കാ ബി ഹേ ശുക്ർ കാ ബി ഹേ, അത് ക്ഷമിക്കേണ്ടതിനുമാണ്, അതുപോലെ പരീക്ഷണത്തിൽ അള്ളാഹുവിനെ സ്തുതിക്കേണ്ടതുമാണ്. രണ്ടാമത് ഉലമാക്കൾ എഴുതി, ഒരു പരീക്ഷണം വരുമ്പോൾ അവൻ എന്തുകൊണ്ട് ശുക്ർ ചെയ്യണം. 2, ആ പരീക്ഷണത്തെക്കാൾ വലിയ പരീക്ഷണം അള്ളാഹു നൽകാമായിരുന്നല്ലോ, അള്ളാഹു വലിയ പരീക്ഷണം നൽകിയില്ലല്ലോ, ഈ ചെറിയ പരീക്ഷണമല്ലേ നൽകിയത്, അവിടെ അൽഹംദുലില്ലാഹ്. ഖാദി ശുറൈഹ് റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു, എനിക്കൊരു മുസീബത്ത് വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ 4 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയുമായിരുന്നു, അള്ളാഹുവിനെ സ്തുതിക്കുമായിരുന്നു. കാരണം 4 ഖൈറുകൾ ഞാൻ അതിൽ കാണുന്നു. ഒന്ന്, അദ്ദേഹം പറഞ്ഞത്, അള്ളാഹുവിന് വേണമെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണം എനിക്ക് അയക്കാമായിരുന്നു, ഇതിനേക്കാൾ വലിയൊരു ദുരന്തം അള്ളാഹുവിന് അയക്കാമായിരുന്നു, അള്ളാഹു ഇത്രയിൽ അയച്ചോളൂ, അൽഹംദുലില്ലാഹ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ഒരു മകൻ നഷ്ടപ്പെട്ടു പോയി, മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ കാലിനെ മുറിവേറ്റ് കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വന്നു. അപ്പം അദ്ദേഹം പറയുന്നു, അള്ളാഹുവേ സർവ്വസ്തുതിയും അൽഹംദുലില്ലാഹ് നിനക്കാണ്, എനിക്ക് നൽകിയ മക്കളിൽ നിന്നും ഒരാളെ മാത്രം നീ എടുക്കുകയും ബാക്കി മക്കളെ നീ ബാക്കിയാക്കുകയും ചെയ്തല്ലോ, അൽഹംദുലില്ലാഹ്. അള്ളാഹു നീ എനിക്ക് നൽകിയ ശരീരത്തിൽ കാലെന്ന ഒരവയവം മാത്രം എടുക്കുകയും ബാക്കി എല്ലാ അവയവവും ബാക്കിയാക്കുകയും ചെയ്തല്ലോ, അൽഹംദുലില്ലാഹ്. ഇതാണ് മുഅ്മിൻ്റെ ചിന്താഗതി. അള്ളാഹുവിന് പരീക്ഷണത്തിലും അള്ളാഹുവിനെ സ്തുതിക്കുന്നവനാണ്. മൂന്നാമത് ഉലമാക്കൾ എഴുതി, ഒരു പരീക്ഷണം വരുമ്പോൾ എന്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കണം. നാളെ ആഖിറത്തിൽ കിട്ടുന്ന പ്രതിഫലം മുന്നിൽ ഓർക്കുമ്പോൾ മുഅ്മിൻ അറിയാതെ അൽഹംദുലില്ലാഹ് പറഞ്ഞു പോകും. ഒരു പരീക്ഷണം ബുദ്ധിമുട്ടും വരുമ്പോൾ നാളെ ആഖിറത്തിൽ കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു മുഅ്മിൻ അറിയുകയാണെങ്കിൽ ആ പരീക്ഷണത്തിൻ്റെ സമയത്ത് അവൻ അൽഹംദുലില്ലാഹ് പറയുന്നതാണ്. ഹദീസിൽ വരുന്നുണ്ട്, ദുന്യാവിൽ പരീക്ഷണവും ബുദ്ധിമുട്ടും രോഗവും വന്നവർ നാളെ മഹ്ശറിലെത്തുമ്പോൾ അവർ ഹിസാബില്ലാതെ നേരെ സ്വർഗത്തിലേക്ക് പോകും. ജനങ്ങളിവിടെ ഹിസാബിന് വേണ്ടി നിൽക്കുമ്പോൾ പരീക്ഷണത്തിൽ ദുരിതത്തിൽ കഴിഞ്ഞുകൂടിയവർ ഒരു പരീക്ഷണവുമില്ലാതെ നേരെ അവർ ഒരു ബുദ്ധിമുട്ടും നേരെ സ്വർഗത്തിലേക്ക് പോകും. മലക്കൾ പിടിച്ചു നിർത്തും, പറയും, ഇവിടെ ഹിസാബ് കഴിഞ്ഞിട്ടില്ല, ജനങ്ങൾ ഹിസാബിന് വേണ്ടി നിൽക്കുന്നു, നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്. പറയും, ഞങ്ങളോട് എന്ത് ഹിസാബ്, ഞങ്ങൾക്ക് ദുനിയാവ് മുഴുവൻ പരീക്ഷണമായിരുന്നു, ബുദ്ധിമുട്ടുകളായിരുന്നു, രോഗങ്ങളായിരുന്നു. അപ്പോൾ അല്ലാഹു തആല ഇടപെടും, എൻ്റെ മലക്കുകളെ, എൻ്റെ അടിമകൾ പറയുന്നത് സത്യമാണ്, അവരെ വിട്ടേക്കിൻ, അവർക്കൊരു ഹിസാബ് ചെയ്യാനില്ല, അവർക്ക് ദുനിയാവ് മുഴുവൻ പരീക്ഷണമായിരുന്നു, അവരെ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് വിട്ടേക്കിൻ. അതുകൊണ്ട് മുഅ്മിൻ ആഖിറത്തിൽ കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് ശരിയായി അറിയുകയാണെങ്കിൽ പരീക്ഷണ സമയത്തും അള്ളാഹുവിനെ സ്തുതിക്കും. നാലാമത് ഉലമാക്കൾ എഴുതി, ഒരു പരീക്ഷണം വരുമ്പോൾ ഒരു മുഅ്മിൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നത്, അള്ളാഹു ദീനിയായൊരു മുസീബത്തും ഉണ്ടാക്കിയില്ലല്ലോ. ഏറ്റവും വലിയ മുസീബത്ത് അതാണ്. അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതി ഫീ ദീനി. നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അള്ളാഹു എൻ്റെ ദീനിൽ ഒരു മുസീബത്തും ഉണ്ടാക്കല്ലേ, ദീനിയായൊരു നഷ്ടമുണ്ടാക്കല്ലേ. മനുഷ്യൻ്റെ ഭവനവും അവൻ്റെ സമ്പത്തും അവൻ്റെ നിഅമത്തുകൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ ഏറ്റവും വലിയ നഷ്ടമാണ് ദീൻ നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത്. നബി തങ്ങൾ ദുആ ചെയ്യുമ്പോൾ അവ ചോദിക്കുമായിരുന്നു, അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതി ഫീ ദീനി. അള്ളാഹു എൻ്റെ ദീനിൽ ഒരു മുസീബത്ത് ഉണ്ടാക്കല്ലേ, എൻ്റെ ദീനിൽ ഒരു മുസീബത്ത് ഉണ്ടാക്കല്ലേ, ദീനിയായൊരു നഷ്ടം എനിക്കുണ്ടാക്കല്ലേ. ഖലീഫയായിരുന്ന വലീദ് അദ്ദേഹം ഒരു സദസ്സിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സദസ്സിലേക്ക് ഒരു പ്രായമായ മനുഷ്യൻ കടന്നു വന്നു. ആ മനുഷ്യനാണെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു, നല്ല പ്രായമുള്ള മനുഷ്യൻ, മുഖത്താണെങ്കിൽ ഒരു നല്ല ശക്തമായ അടിയേറ്റ അടയാളവുമുണ്ട്. വലീദ് ചോദിച്ചു, എന്താ നിൻ്റെ സംഭവം, നിൻ്റെ കഥ എന്താണ്, എങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു മലഞ്ചെരുവിൽ താമസിക്കുന്ന മനുഷ്യനായിരുന്നു, ആ മലഞ്ചെരുവിൽ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനായിരുന്നു, ആ മലഞ്ചെരുവിൽ ഏറ്റവും കൂടുതൽ മക്കളുള്ള എനിക്കായിരുന്നു, എല്ലാ നിലക്കും അനുഗ്രഹങ്ങൾ കൂടുതൽ ആ കൂട്ടത്തിൽ എനിക്കായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കമുണ്ടാവുകയും അതിൽ എൻ്റെ ഭവനം നശിച്ചു പോവുകയും എൻ്റെ മക്കൾ നശിച്ചു പോവുകയും അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ സൂര്യൻ ഉദിച്ചപ്പോൾ ഞാനും എൻ്റെ ഒരു മൃഗവും എൻ്റെ ഒരു ചെറിയ മകനും മാത്രം ബാക്കി എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോയി, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എൻ്റെ ആ മൃഗത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ ചെന്നപ്പോൾ ആ മൃഗം വിരണ്ടോടി. ഞാൻ അതിൻ്റെ പുറകെ പോയപ്പോൾ പെട്ടെന്ന് പുറകെ ശബ്ദം കേട്ടു.
ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മകനെ ഒരു ചെന്നായ കടിച്ചു, അത് കടിച്ചുകൊണ്ട് പോയി പോകുന്ന അവസ്ഥയാണ് കണ്ടത്. ഞാൻ ദുഃഖിച്ച് എൻ്റെ മകനും പോയല്ലോ എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ എൻ്റെ മൃഗം കറങ്ങി തിരിച്ചു വന്ന് ആ മൃഗം അതിൻ്റെ കാലുകൊണ്ട് എൻ്റെ മുഖത്തെ കടിച്ചു, കാലുകൊണ്ട് ചവിട്ടി എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഇങ്ങനെ ഈ പ്രയാസത്തിൽ ഞാൻ വന്നിരിക്കുന്നത്. ആ രാജാവ് വലീദ്, ഖലീഫയായ വലീദ് ചോദിച്ചു, ഇപ്പോൾ നിൻ്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹില്ലദീ തറകലി ഖൽബൻ ആമിറ വലിസാനൻ സാകിറ. അൽഹംദുലില്ലാഹ്, ഇത്രയെല്ലാം പ്രയാസമുണ്ടായി, എൻ്റെ ഭവനവും പോയി, മക്കളും പോയി, സമ്പത്തും പോയി, എല്ലാം പോയി, പക്ഷേ അൽഹംദുലില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. കാരണം അല്ലദീ തറകനി ഖൽബൻ ആമിറ വലിസാനൻ സാകിറ. എല്ലാം അല്ലാഹു കൊണ്ടുപോയെങ്കിലും എനിക്ക് റബ്ബിനെ സ്മരിക്കാൻ ഒരു ഹൃദയം ബാക്കിയാക്കിയല്ലോ, അവനെ സ്മരിക്കാൻ ഒരു നാവ് ബാക്കിയാക്കിയല്ലോ, ഇതും തിരിച്ചെടുത്തില്ലല്ലോ. എനിക്കിതുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കാമല്ലോ, എനിക്ക് ഹൃദയം കൊണ്ട് അള്ളാഹുവിനെ ഓർക്കാമല്ലോ. അവിടെ എല്ലാം പോയെങ്കിലും എൻ്റെ ദീനിയായ നിഅമത്ത് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം നാവ് കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുകയുണ്ടായി. അതുകൊണ്ട് ഒരു പരീക്ഷണം ബുദ്ധിമുട്ടും വരുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ, മുഅ്മിൻ ചിന്തിച്ചാൽ ആ പരീക്ഷണമെല്ലാം ചെറുതാകും, അവന് എളുപ്പമാകും, മനസ്സിന് സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. അതുകൊണ്ട് ഇതെല്ലാം എപ്പോൾ സാധിക്കുന്നതാണ്? ഇതെല്ലാം അവൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് ചിന്തിക്കുമ്പോഴാണ്. എനിക്കൊരു ഉടമസ്ഥനുണ്ട്, അവനാണ് വിധിക്കുന്നവൻ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് ചിന്തിക്കുമ്പോൾ അവന് പരീക്ഷണമെല്ലാം എളുപ്പമാകും. ഇതെല്ലാം അള്ളാഹുവിനെ അറിയാത്ത മനുഷ്യർ, അള്ളാഹുവും ഈ പ്രകൃതിയിൽപ്പെട്ട ഒരാളെന്ന് ചിന്തിക്കുന്നവർ, അവർ ചോദിക്കും, ദുരന്തം വന്നപ്പോൾ അള്ളാഹു എവിടെ? കാരണം അവർ വിചാരിക്കുന്നത് ഈ മനുഷ്യരെ പോലെയുള്ള ഒരാളാണ് അള്ളാഹ്. എന്നാൽ ഈ പ്രകൃതിയിൽ, ഈ ആകാശഭൂമികൾക്കിടയിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് അള്ളാഹു എന്ന്. അതുകൊണ്ട് അവർ ചോദിക്കും, ദുരന്തങ്ങൾ വരുമ്പോൾ അള്ളാഹു എവിടെ? അള്ളാഹുവിന് കരുണയില്ലേ? ഈ ചോദ്യങ്ങളെല്ലാം അള്ളാഹുവിനെ അറിയാത്തതിൻ്റെ പേരിലാണ്, വിഡ്ഢികളായതിൻ്റെ പേരിലാണ്. അള്ളാഹുവിനെ അറിഞ്ഞൊരു മനുഷ്യൻ അവന് മനസ്സിലാക്കും, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹു അവനാണെല്ലാം നിയന്ത്രിക്കുന്നവൻ, അവൻ്റെ തീരുമാനത്തിൽ ഹിക്മത്തുകളുണ്ട്, അവൻ്റെ രഹസ്യങ്ങളുണ്ട്, അതെനിക്കറിയണമെന്നില്ല. അതുകൊണ്ട് പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടും വരുമ്പോൾ മുഅ്മിൻ ഒന്നെങ്കിൽ ക്ഷമിക്കും, അവൻ ഏറ്റവും കുറഞ്ഞ നിർബന്ധമായ അവൻ ക്ഷമിക്കും. അവൻ മറ്റു നിലയിൽ വെറുപ്പിൻ്റെ വാക്കുകളോ അള്ളാഹുവിൻ്റെ മേൽ മോശമായ വാക്കുകളോ മുഅ്മിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുകയില്ല. ഒരിക്കലും ഒരു മുസ്ലിമിൻ്റെ നാവിൽ നിന്ന് എന്തുകൊണ്ട് എന്നോടിങ്ങനെ, എന്തുകൊണ്ട് അള്ളാഹു ഇത്രയും വലിയ അക്രമം കാണിക്കുന്നു, ഒരു മുഅ്മിൻ്റെ നാവിൽ നിന്ന് വരികയില്ല. മുഅ്മിൻ ക്ഷമിക്കും, പിന്നെ അവൻ അതിൽ നിന്നും ഉയർന്ന് തൃപ്തിപ്പെടും, പിന്നെ അതിൽ നിന്ന് വീണ്ടും ഉയർന്ന് അള്ളാഹുവിനെ സ്തുതിക്കുകയും ചെയ്യും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.